അവനെന്താ ഭയങ്കര ഉള്ളികളൊക്കെ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നുണ്ടോ? നാളെ ഇല്ല ബ്രോക്കർ വരുമെന്ന് പറഞ്ഞു. ഞങ്ങൾ പെണ്ണ് കാണാൻ പോകാൻ. ഓ, അവരുടെ പോകത്ത പ്രമേയുള്ളൂ. അവൻ ഒറ്റയ്ക്കാണോ നാളെ പോകുന്നത്? ബ്രോക്കറേയും കൂട്ടിയാ പോന്നെ. ചെങ്ങന്നൂരെങ്ങാണ്ടാ പോന്നെ. അവൻ ഇത്രയും ദൂരമൊക്കെ പോകേണ്ട കാര്യം ഉണ്ടായിരുന്നോ? നല്ല രീതിയിൽ അവന് കിട്ടുമായിരുന്നല്ലോ. നിങ്ങൾ കളിയാക്കണ്ട. അവന് സിനിമ നടിയെ പോലത്തുള്ള ഒരു പെണ്ണിനെ കിട്ടും. എന്തിനാണ് അവിടെ നിന്ന് പട്ടിണിക്കാനോ? ഇനി എന്തെല്ലാം കാണാൻ കിടക്കുന്നു. എന്തായാലും ഒരു ചായ എടുത്ത് ഞാൻ വിളിച്ചിട്ട് വരാം. അമ്മ, എന്റെ പുതിയ ചെരുപ്പ് അലമാരിക്കടിയെന്ന് വെളിയിലോട്ടൊന്ന് എടുത്തിട്ടേരെ. ഞാൻ പുതിയ ചെരുപ്പിട്ടോണ്ട് പോവാം. അവന് ചെങ്ങന്നൂർ വരെ പോകാനുള്ളതാ. വണ്ടിക്കൂലിക്ക് പൈസ വല്ലതും ഉണ്ടെങ്കിൽ കൊടുക്കും. എല്ലാ പൈസ എടുത്തുകളല്ലേ? നാളെ എനിക്ക് വണ്ടിക്കൂലിക്ക് 100 രൂപ അവിടെ മാറ്റി വെച്ചേക്കണേ. അമ്മ, ഇവിടെ 600 രൂപ എടുത്തോ. ബ്രോക്കർക്ക് എന്തെങ്കിലും കൊടുക്കണുള്ള? നല്ല കുടുംബം. ATM മെഷീൻ എന്നെ ഇവിടെ വന്നിരിക്കുന്നേ. വാർക്കപ്പണിയും കഴിഞ്ഞ് വല്ലതും പറഞ്ഞായിരുന്നോ? ഞാനൊന്നും പറഞ്ഞില്ലേ. ഇതെങ്കിലും ഒന്ന് ഉറയ്ക്കണേന്ന് പ്രാർത്ഥിച്ചതാ. ഇത് മതിയല്ലേ? ബ്രോക്കറോ? രാവിലെ എന്താ ബ്രോക്കറെ വന്നത്? ഇന്നലെ പോയ കാര്യം ഉറപ്പിക്കാനാണോ? പപ്പനെ ഒന്ന് കാണുമല്ലോ. പപ്പ എണീറ്റിട്ടില്ല. 9:30 മണിയാവും എണീക്കാൻ. ജോലിയൊന്നും ഇല്ലല്ലോ, കിടന്ന് ഉറങ്ങട്ടെ. ഒരു അത്യാവശ്യ കാര്യമാ. ഈ പൊതി പപ്പനുള്ളതാ, ഒന്ന് വിളിച്ചട്ടെ. ഞാൻ പപ്പനെ വിളിക്കാം. ആ ബ്രോക്കറായിരുന്നു അതിരാവിലെ. ഇന്നലെ പോയ കാര്യം സിനിമ നടൻ ഇഷ്ടപ്പെട്ടായിരുന്നോ? പുതിയത് വല്ലതും നോക്കാനുള്ള പരിപാടിയാണോ ഇനി? രാവിലെ ബ്രോക്കർ ഉറപ്പിക്കാൻ പറഞ്ഞു. അതിരാവിലെ വന്നത് ഈ പൊതി നിങ്ങൾക്ക് തരാനാ. പെണ്ണിന്റെ വീട്ടിൽ നിന്ന് നിർണയിച്ചതാ. അവിടെ കുടുംബകലഹമായിരിക്കുക. ഇതിന് സമാധാനം നിങ്ങൾ പറയണം. എന്തും ബ്രോക്കറായത്? ഒരു ലേഡീസ് ചെരുപ്പ്. ഇതെന്തോ ഇതോ അമ്മയുടെ ചെരുപ്പ്. ഒരു ചെരുപ്പ് കാണുന്നില്ല. ഇതെങ്ങനെ കയ്യിൽ വന്നത്? ഇത് ബ്രോക്കറേൽ എങ്ങനെ വന്നു? അവരെ വീട്ടിൽ കുടുംബകലഹത്തിന് പപ്പൻ എന്താ ചെയ്തെന്നാ? പപ്പൻ ഇന്നലെ ഇവിടുന്ന് ലേഡീസ് ചെരുപ്പിട്ടുണ്ടാ അവിടെ വന്നത്. അവിടെ വന്നിട്ട് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അവരുടെ അച്ഛന്റെ ചെരുപ്പ് എടുത്തിട്ടുണ്ട് പകരം ഇവിടെ വന്നു. ഈ ലേഡീസ് ചെരുപ്പ് അവിടെ കണ്ടപ്പോൾ അവർ ചോദിക്കും ഈ ചെരുപ്പ് എവിടുന്നാണെന്ന്. അങ്ങനെ അവിടെ കുടുംബകലഹമായി. അദ്ദേഹമായിട്ട് ഭയങ്കര പ്രശ്നം നടക്കുക. ഈ ചെരുപ്പ് അവിടെ തിരിച്ച് തെളിവ് എത്തിച്ചെങ്കിൽ മാത്രമേ അദ്ദേഹത്തിനവിടെ കുടുംബ സമാധാനം കിട്ടത്തുള്ളൂ. നിങ്ങൾ എത്രയും പെട്ടെന്ന് അവിടെ എത്തിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ വണ്ടിക്കൂലി ഞാൻ കൊണ്ടുകൊടുക്കാം. എന്റെ അമ്മയെ ഞാനിതൊന്നും അറിഞ്ഞില്ല. ഞാൻ അവിടെ നോക്കിയപ്പോ എന്റെ ചെരുപ്പ് കാണുന്നില്ല. ഞാൻ അവിടെ എനിക്ക് മാറ്റി ചെയ്യുന്ന ഒരു ചെരുപ്പ് നോക്കി ഇട്ടോണ്ട് വന്ന് ഒരു ലേഡി ചെരുപ്പ് അവിടെ കിടപ്പുണ്ടായിരുന്നു. അവരച്ഛന്റെ ചെരുപ്പ് തന്നെയാണ് നിന്റെ മുന്നിൽ ഇട്ടോണ്ട് വന്നേക്കുന്നത്. പിന്നെ അവിടുന്ന് പെണ്ണിന്റെ അച്ഛൻ ഒരു ലെറ്റർ തന്നയിച്ചിട്ടുണ്ട്. ഇവിടുത്തെ അച്ഛന്റെ തന്നെ തരണമെന്ന് പറഞ്ഞു. അതെന്താണെന്ന് വായിച്ചു നോക്കും. ചേട്ടാ, എനിക്ക് കണ്ടുപിടിക്കുന്നില്ല. ചേട്ടൻ തന്നെ വായിക്കും. പ്രിയ സഹോദര, ഇങ്ങനെ ഒരു മോനെയല്ല ഞാൻ പ്രതീക്ഷിച്ചത്. ഒരു ചെരുപ്പ് പോലും നല്ലപോലെ ഇടാനറിയാത്ത ഒരു കോന്തിനെയല്ല എന്റെ മോൾക്ക് വേണ്ടത്. ഇനി പെണ്ണ് കാണാനെന്നും പറഞ്ഞ് ഞങ്ങളുടെ ഏരിയയിലെങ്ങാനും വന്ന അപ്പനെയും മോനെയും ബാക്കി മുട്ടം തെറിയ എന്നെ കൊണ്ട് വായിക്കാൻ പറ്റില്ല. വന്നു ഈ ചെരുപ്പ് എന്തായാലും ബ്രോക്കർ അവിടെ കൊണ്ടുകൊടുത്ത അവിടുത്തെ പ്രശ്നമാണ് സോൾവ് ചെയ്യും. അപ്പൊ ഒരു 200 രൂപ വണ്ടി കുലിഞ്ഞു കൊടുത്ത്. എന്തായാലും 200 രൂപ കയ്യിലുണ്ടായിരുന്നു. അത് ബ്രോക്കർ കൊണ്ടുപോയി. ഇനി 5 കിലോമീറ്റർ നടന്നു പോകണം. എന്തായാലും അത് മുടങ്ങിയല്ലോ, അത് തന്നെ സന്തോഷം. ഇല്ലെങ്കിൽ ഓവർ ടൈം ചെയ്ത് എൻ്റെ ഊപ്പാട് അത്രയും വന്നേനെ. ഞാൻ പോയിട്ട് വരാനേ.